ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. റീമോള് 10ാം ക്ലാസ്സിൽ ട്യൂഷന് പോണ A+ൻ്റെ കാർണിവലാണ് ഇന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായി നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് സാറ് സംഘടിപ്പിച്ചിട്ടുണ്ട്. മോട്ടിവേഷൻ സ്പീക്കറുടെ ഓരോ വാക്കുകളും നമ്മുടെ പുതിയ ജനറേഷൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന ഓരോ അമ്പുകളായിരുന്നു. പിന്നെ A+ത്തെ പിള്ളേരുടെ ഡാൻസും കലാപരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. രാവിലെ തുടങ്ങിയ പരിപാടി ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിക്ക് സാറ് വന്നവർക്ക് എല്ലാവർക്കും കരുതിയിരുന്നു. വൈകിട്ട് 4 മണിക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പാർട്ട് 1 ഈ വീഡിയോയിൽ മോട്ടിവേഷൻ ക്ലാസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Hey guys. Yeah. Interview എടുത്തു. നിങ്ങൾ രണ്ടെണ്ണം ട്രഡീഷണൽ ആയിട്ട് വന്നിട്ട് ഹൈ ഗൈസ്, ഇന്ന് നമ്മൾ ആനുവലിലേക്ക് പോവാണ്. ആനുവലിൻ്റെ അല്ല, കാർണിവൽ. ആനുവലിന്റെ ഓർക്ക ഇഷ്ടമല്ല. ആനുവലിനെ ഓർമ്മിപ്പിക്കരുത്, ആരും ഓർമ്മിപ്പിക്കരുത്. എന്തൊക്കെയാണ് ഞാൻ വ്ളോഗിൽ ഈ വ്ളോഗിൽ നമ്മളെങ്ങോട്ടാ പോകുന്നത്? സ്റ്റോർ ഓടിച്ചോദത്തിലേക്ക്. കണ്ട് കിട്ടി ആരംഭിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും ഹാളിലേക്ക് പ്രവേശിക്കുന്നത് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു. A+അക്കാദമി 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും അതിനേക്കാൾ മുമ്പ് തന്നെ അവിടെ എത്തിച്ചേർന്നു. കേരളക്കരയാകെ വിവിധ അപകടങ്ങളിൽ മരിച്ച പിഞ്ചോമകളുടെ സ്മരണകൾക്ക് മുന്നിൽ നമ്മുടെ കുടുംബം തന്നെ നമ്മളൊപ്പം. അപ്പോൾ എല്ലാവരെയും നമുക്ക് ആത്മാർത്ഥമായി സ്മരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഐശ്വര്യപൂർണമായ ഈ സന്തോഷം നിറഞ്ഞ ഈ ഒരു പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. മക്കൾക്ക് വേണ്ടി ഏറ്റവും പോരാടുന്ന അച്ഛന്മാരും അമ്മമാരെയാണ്. അച്ഛന്മാരുടെ എത്ര നേരത്തെ ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി എന്നോടൊപ്പം തന്നെ നമ്മുടെ അച്ഛനും വേണ്ടിയിട്ടും സുഹൃത്തുക്കളൊപ്പം വന്നിട്ടുണ്ട്, ചേട്ടൻ വന്നിട്ടുണ്ട്. അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ വേർപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാ ക്ലാസ്സിലും ഈ ചോദ്യം ചോദിക്കാൻ പറ്റും. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കുട്ടി അവർക്ക് വീഡിയോ എടുത്തു. വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായി. ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ 30 ലക്ഷം ആളുകളാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു വീഡിയോ 9 ലക്ഷം പേര് കണ്ടു എന്ന് പറയാൻ വേണ്ടിയല്ല മക്കളെ പറയാൻ കാരണം, ഒരുപാട് നല്ല നല്ല കമന്റ്സ് ഞാൻ കണ്ടു. ഞാൻ ആ വീഡിയോയുടെ കമന്റ്സിന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ സ്വാഭാവികമായും ഒരു 4-5 നെഗറ്റീവ് കമന്റ്സ് ഞാൻ കണ്ടു. ആ നെഗറ്റീവ് കമന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ അയാൾക്ക് വീൽ ചെയ്തിട്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരാള് ഒരിക്കലും ഹാപ്പി ആവില്ല. ഇത് അയാളുടെ മുമ്പിലുള്ള ക്രൗഡിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് നുണ പറയുന്നതാണ്. അവര് കണ്ടുപിടിച്ച കുറ്റം എന്താ? ഞാൻ വീൽ ചെയറിലാണ്, അതുകൊണ്ട് എനിക്ക് ഹാപ്പി ആവാൻ പറ്റില്ല. അതിനുത്തരം അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഇതാ ഈ ഓഡിറ്റോറിയത്തില് തിങ്ങിത്തങ്ങി നിൽക്കുന്ന എന്റെ സഹോദരന്മാർക്ക് ആർക്കെങ്കിലും അത്തരമൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് എന്റെ കടമയാണ്. ഞാൻ നിങ്ങളോട് ഹാപ്പിയാണ് ചോദിച്ചപ്പോ 1 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എനിക്ക് ഉത്തരം തന്നു, ഞാൻ ഹാപ്പി അല്ല. നിങ്ങൾക്ക് എന്തിന്റെ കുറവാണുള്ളത്? നിങ്ങൾക്ക് എന്നെ കാണാമെങ്കിൽ, നിങ്ങൾക്ക് എന്നെ കേൾക്കാമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് സംസാരിച്ച് പ്രതിഫലിപ്പിക്കാമെങ്കിൽ, ഈ ലോകത്തിലെ 300 കോടി ആളുകളേക്കാൾ എന്റെ മക്കൾ ഭാഗ്യവന്മാരാണോ? ഈ ലോകത്തിലെ 300 കോടി ആളുകൾക്കും കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ ഉള്ള കഴിവില്ല.
നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയുണ്ടെങ്കിൽ, നാണം മറയ്ക്കാൻ വസ്ത്രമുണ്ടെങ്കിൽ, കയറി കിടക്കാൻ ഒരു കൂര ഉണ്ടെങ്കിൽ, ഈ ലോകത്തിലെ 75% ആളുകൾക്ക് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഈ ലോകത്തിലെ 75% ആളുകൾക്കും നാണം മറയ്ക്കാൻ വസ്ത്രമോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയോ കയറി കിടക്കാൻ ഒരു കൂരയോ ഇല്ല എന്നുള്ള കാര്യം എന്റെ എത്ര മക്കളും പറയാം. ആഗ്രഹിക്കുന്ന സമയത്ത് ദാഹിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ അപ്പുറത്ത് മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ നടന്നുപോയി ആ വെള്ളം ദാഹം മാറ്റാൻ പറ്റുമെങ്കിൽ, ഗണേശനെ പോലെ 8 ലക്ഷം വരുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള വീഴ്ചയിലിരിക്കുന്ന കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഒരു നേരത്തെ ദാഹം മാറ്റാൻ മറ്റൊരാളെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് പോയി ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഗണേശേട്ടൻ കുടിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായം. ഞാൻ 99% ഡിപ്പെൻഡന്റ് ആണ്, ആശ്രിതനാണ് ഞാൻ. മറ്റൊരാളുടെ സാന്നിധ്യമോ സാമീപ്യമോ ഇല്ലാതെ ഗണേശന് ഒന്നും നടക്കില്ല. പക്ഷെ ഞാൻ അഹങ്കാരത്തോടെ കാര്യം പറയും, ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ആവശ്യത്തിലും എനിക്ക് നിങ്ങളെല്ലാവരെയും കണ്ടിട്ടുണ്ടെങ്കിലോ മാനസികമായി ഞാൻ നിങ്ങളെക്കാളൊക്കെ സ്ട്രോങ് ആണ്. ഞാൻ മെന്റലി സ്ട്രോങ് ആണെന്ന് പറയുന്നത് ഒരുപക്ഷെ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം, എന്നെ വിശദിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം. പക്ഷെ ഓരോ പ്രാവശ്യം ഞാൻ മെന്റലി സ്ട്രോങ് ആണെന്ന് പറയുമ്പോഴും ഞാൻ അറിയാതെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞു വിശ്വസിക്കണം. മക്കളെ, എൻ്റെ മക്കൾ വിശ്വസിക്കുക, ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നേ ഉള്ളൂ. ഈ പ്രായത്തിൽ നിങ്ങൾ ജീവിതത്തോട് സന്തോഷമല്ല എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ കോടികൾ സമ്പാദിച്ചാലും നിങ്ങൾ ജീവിതത്തിൽ ഹാപ്പിയാവില്ല. യഥാർത്ഥം നമ്മൾ കാഴ്ചകൾ കാണുന്ന കണ്ണുകൊണ്ടല്ലോ, യഥാർത്ഥം നമ്മൾ കാഴ്ചകൾ കാണുന്ന മനസ്സുകൊണ്ടാണ്. അല്ലേ? മനസ്സിന് നല്ലതെന്തോ അതാണ് നല്ല കാഴ്ചകളായിട്ട് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഒരേ കാഴ്ചകൾ രണ്ടുപേർക്ക് 2 തരത്തിൽ തോന്നും. നിങ്ങളുടെ കാഴ്ചകൾ നന്നാവണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് നന്നാവണം. ആ മനസ്സ് തുറന്ന് നിങ്ങളിപ്പോ ഈ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള ലൈഫൊന്നും ആവില്ല എപ്പോഴും. ഈ തോളിൽ കൈയിട്ടെടുക്കുന്ന സുഹൃത്തുക്കൾ എപ്പോഴും നിങ്ങളുടെ ഉണ്ടാവില്ല. നമ്മളൊക്കെ ജനിച്ചു പോയെങ്കിൽ നമ്മളൊക്കെ ഒറ്റപ്പെടുന്ന സാധ്യതകൾ ഒരാൾക്കും ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ഒറ്റപ്പെട്ട് പോവുകയാണെങ്കിൽ അന്ന് നിങ്ങൾ ഗണേശന്റെ വാക്ക് ഓർത്തെടുത്തോ, അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പോലെ വലിയ ഭാഗ്യം എന്താണെന്നറിയോ? നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ 2 സെക്കൻഡിലും ഏകദേശം 4 ലക്ഷം ആളുകളാണ് ഈ ലോകത്തോട് ഒരു കാരണവുമില്ലാതെ വിട പറഞ്ഞു പോകുന്നത്. പണി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകുമ്പോ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളോട് പറഞ്ഞേക്കാം, എടി മോണേടാ, നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ഏട്ടനില്ലേ, അങ്കിളില്ലേ, രാത്രി കിടക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, രാവിലെ പോയി മകൻ ഉറക്കത്ത് വിളിച്ചു നോക്കുമ്പോൾ ഉറക്കത്ത് എണീക്കുന്നില്ല, ഉറക്കത്തിൽ അറ്റാക്ക് വന്ന് മരിച്ചു പോയി. നിങ്ങൾ ഇഷ്ടമുള്ള ഗണേശനെ പോലെ ഏട്ടൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജിഷു സാറിനെ പോലെ ഫിറോസ് സാറിനെ പോലെ നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആള് ഇന്ന് രാവിലെ വരുമ്പോൾ പോലും നിങ്ങൾ കണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇന്നിപ്പോ ഇവിടെ എന്റെ ക്ലാസ് കേട്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തി എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ ഒരു ജീപ്പ് വന്നിടിച്ച് മരിച്ചു പോയെന്ന് നിങ്ങൾ പോകുമ്പോൾ കേൾക്കാം. ഇത് രണ്ടും ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാ. പക്ഷെ ആ ഉദാഹരണം പറയാൻ കാരണം ഈ 2 വ്യക്തികൾക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കാണാത്ത സ്ഥലങ്ങൾ കാണണം, കഴിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കണം, അച്ഛന്റെയും അമ്മയുടെയും നടുവിലൊക്കെ കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ പലരും ഇന്ന് പുലരി കണ്ടിട്ടില്ല മക്കളെ. അവർക്ക് ദൈവമായിട്ടൊരു അവസരം കൊടുത്തില്ല എന്നാണ് എന്റെ വലിയ കാര്യം. അപ്പൊ ഈ ലൈവായിട്ടുള്ള ലോകത്ത് ലൈവായിട്ടുള്ളതുകൊണ്ട് ഈ നിമിഷം എൻജോയ് ചെയ്യുന്ന ഒരു അവസരം ദൈവം തന്നില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്റെ മക്കൾ മനസ്സിലായത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ജീവൻ ഉണ്ടെങ്കിലേ ബാക്കി ഉണ്ടാക്കാൻ പറ്റും അല്ലേ? നിങ്ങൾ
ജീവിച്ചിരിക്കുന്നു എന്നിടത്തോളം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയില്ലെങ്കിൽ, സന്തോഷമായിരിക്കാൻ എന്റെ മക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ, ഇനി വേറെ എന്തൊക്കെ നിങ്ങളുടെ മനസ്സൊന്ന് തുറന്നു വെക്കാൻ എന്റെ മക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ, ജീവിതത്തിൽ നാളെ നിങ്ങൾ എന്ത് സമ്പാദിച്ചിട്ടും എത്രയൊക്കെ വിദ്യ സമ്പാദിച്ചിട്ടും ഒരു കാര്യമില്ല മക്കളെ. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റണം, നിങ്ങളുടെ ജീവിതത്തോടുള്ള സമീപനം മാറ്റണം. നിങ്ങൾക്ക് ദൈവം തന്ന അവസരത്തെ കുറിച്ച് ഓർക്കണം. ഇല്ലാത്തതിനെ കുറിച്ചല്ല, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കണം. നിങ്ങളുടെ നെഗറ്റീവ്സിനെ കുറിച്ച് പോസിറ്റീവ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം. 99% പോയി കഴിഞ്ഞ 18 വർഷമായിട്ട് ചക്രക്കസയിലിരിക്കുന്ന നിങ്ങൾ വിളിക്കുന്ന ഈ ഗണേശന് 110% ആത്മാർത്ഥയുടെ ലൈഫിനെ പോസിറ്റീവായി കാണാമെങ്കിൽ എന്റെ മക്കൾക്ക് എന്തും ഉണ്ടായിക്കൂടാ. അതാണ് എന്റെ സുഹൃത്തുക്കൾ. നിങ്ങളായിട്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് മാറ്റിയാൽ അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അത് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിന്റെ വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ആദ്യത്തെ പാഠം, മനസ്സ് തുറന്നു വയ്ക്കുക, ജീവിതത്തെ സ്നേഹിക്കുക, നിങ്ങളുണ്ടായ ദൈവം തന്ന അവസരങ്ങളിൽ സന്തോഷിക്കുക, ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെയും അനുഭവങ്ങളെയും നെഞ്ചോട് ചേർക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ നിലയ്ക്ക്, ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഗണേശനോട് ഏറ്റവും നല്ല വിദ്യാർത്ഥി ആണെന്ന് വെച്ചാല് ഞാൻ പറയാം, ഈ A+ അക്കാദമിയിൽ നിന്ന് ഫുൾ A+ മേടിച്ചുകൊണ്ട് നിങ്ങൾ നല്ല വിദ്യാർത്ഥികളാവില്ല. നിങ്ങളുടെ കടമ പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യാം. അത് പഠിപ്പിച്ചാലും നിങ്ങൾക്ക് അധ്യാപകരുണ്ട്. പക്ഷെ ഗണേശനോട് ഏറ്റവും നല്ല വിദ്യാർത്ഥി ആരാണെന്ന് പറഞ്ഞാൽ ഗണേശനെ പറയാൻ എന്താണെന്ന് അറിയോ? ഏറ്റവും നല്ല വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സമൂഹ ജീവിയാണ്. എന്താണ് ഏറ്റവും നല്ല സമൂഹ ജീവി? എന്താണ് ഏറ്റവും നല്ല സമൂഹ ജീവി? അതാണ് നിങ്ങൾ അറിയുന്നത്. ഒരു കയ്യിൽ പാഠപുസ്തകം പിടിക്കുമ്പോ മറ്റേ കയ്യിൽ മറ്റൊരാൾക്ക് ഒരു ആത്മവിശ്വാസത്തിന്റെ കൈ കൊടുക്കാൻ എന്റെ മക്കൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങൾ നല്ല സമൂഹ ജീവി എന്ന് പറയുന്നത്. എന്താണ് ഏറ്റവും നല്ല സമൂഹ ജീവി? ഒരു ബസ്സിൽ കയറി നിങ്ങൾ ഇരിക്കുമ്പോ, മക്കളെ, ഒരു ബസ്സിൽ കയറി നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിനടുത്ത് അച്ഛന്റെയോ അമ്മയുടെയോ മുത്തച്ഛന്റെയോ, നിങ്ങൾ ബസ്സിൽ പോകുമ്പോ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിനടുത്ത് നിങ്ങളുടെ അച്ഛന്റെയും മുത്തച്ഛന്റെയൊക്കെ പ്രായമുള്ള ആള് വയ്യാണ്ട് കമ്പിയിൽ പിടിച്ച് നിൽക്കുമ്പോ നിങ്ങൾ ഇരിക്കുന്ന സീറ്റ് ഒന്ന് എണീറ്റ് കൊടുക്കാൻ മടി കാണിക്കുന്ന എങ്ങനെ വിദ്യാർത്ഥിയാവണോ ആവോ? മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ പോലെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നത് വെക്കുക. നിങ്ങൾക്ക് വേണ്ടി വിദ്യ ഒരു ലാഭ്യം, ഒരു ജീവിതം തന്നിട്ട് ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ ഉപയോഗിച്ചത് നഷ്ടപ്പെടുത്തുന്നത് മക്കളെ. ഒരു കാര്യം അഹങ്കാരത്തോടെ ഞാൻ പറയാം, ഒരു കാരണമുണ്ട്. അത് ഈ ക്ലാസ് കഴിയുമ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കും. എൻ്റെ ജീവിതമാണ് എൻ്റെ ലഹരി. നിങ്ങളുടെ ജീവിതമാവണം എൻ്റെ മക്കളെ ലഹരി. അതുകൊണ്ട് ഈ സമൂഹത്തിൽ കാണുന്ന ഈ ക്യാൻസറിനെ ഈ സമൂഹത്തിൽ പറഞ്ഞയക്കണമെങ്കിൽ ഒരു ഗണേശനെ വിചാരിച്ചുകൊണ്ടോ, ജിഷു വിചാരിച്ചുകൊണ്ടോ, ഒരു ഫിറോസ് വിചാരിച്ചുകൊണ്ടോ നടക്കുന്ന കാര്യമല്ല. നമ്മൾ കൂട്ടായി വിചാരിച്ചാൽ നടന്നേക്കാം. നിങ്ങളുടെ സാധിക്കണം. അത് നമുക്ക് എല്ലാവർക്കും ഈ കൂരക്കീഴിൽ നിന്നുകൊണ്ട് പറയാം ലഹരിയോട് നോ. റെഡി 1 2 3 അപ്പോൾ എല്ലാവരും നല്ല സൗണ്ടിൽ നോ പറഞ്ഞേ. റെഡി 1 2 3 ഒന്നുകൂടി ആൺകുട്ടികളുടെ ഭാഗം തരാത്ത. റെഡി 1 2 3. ഈ നോ എന്ന് പറയുന്നത് എന്തിനോടാ? വെരി ഗുഡ്. അപ്പൊ നമ്മളിനി ആരും ലഹരി ഉപയോഗിക്കില്ല, ലഹരി ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. സമ്മതിക്കുമോ? ശരി. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പ്ലീസ് എല്ലാം നോക്കിയേ, അവസാന 10 മിനിറ്റിലേക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവരും എവിടെ നോക്കിയേ, നോക്കടാ, നോക്കണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
ഗണേശനെ സംബന്ധിച്ചിടത്തോളം ഗണേശനെ ഏറ്റവും പേടിക്കുന്ന വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ ന്യൂസ് പേപ്പറിൽ വരുമ്പോൾ ഗണേശനുമാണ് ന്യൂസ്. സ്വന്തം അച്ഛനെയും അമ്മയെയും പ്രായം തളർത്തുമ്പോൾ വൃദ്ധസദനത്തിലാക്കുന്ന മക്കളുടെ എണ്ണം നാൾക്ക് കൂടുതൽ മക്കളെ. ഈ കൊറോണ കഴിഞ്ഞ 23% പെറ്റ അമ്മയെയും അച്ഛനെയും വൃദ്ധസദനത്തിലാക്കി മക്കളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കൂടിയത്. ഇന്ന് 700ഓളം ഓൾഡ് ഏജ് ഹോംസ് നമ്മുടെ കേരളത്തിലുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന മേഖല വൃദ്ധസദനങ്ങൾ. 10 മാസം മുതിരത്തിലേക്ക് 1 മാസം അമ്മയെ പ്രായം തളർത്തിയപ്പോ ആ അമ്മയെ നോക്കാൻ വയ്യെന്ന് ഒറ്റ കാരണത്താലേ പണ്ട് അമ്മ അവനെ എങ്ങനെ എടുത്തുവോ അതേപോലെ അവൻ അമ്മയെ എടുത്തിട്ട് താമസിക്കുന്ന വീടിന്റെ സ്റ്റെപ്പുകൾ കയറിയിട്ട് മുകളിലത്തെ നിലയിൽ അമ്മയെ റൂമിലാക്കാനല്ല, മറിച്ച് ആ ടെറസിന്റെ മുകളിൽ നിന്നും ഒരു പട്ടിയെ വലിച്ചെറിയുന്ന പോലെ പെറ്റമ്മയെ താഴേക്ക് വലിച്ചെറിയുന്ന മക്കളുടെ ലോകത്തോട് നമ്മൾ ജീവിക്കുന്നത്. എന്താ കാരണം? പ്രസവിച്ചു പോയി. മദ്യപിക്കാൻ കാശ് കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അച്ഛനെ പട്ടിയെ പോലെ തല്ലുന്ന മക്കളുടെ ലോകം നമ്മൾ ജീവിക്കുന്നു. അച്ഛനെയും അമ്മയെയും പട്ടിണി കിട്ടിട്ട് ആ പട്ടിണി കിട്ട റൂം പൂട്ടിയിട്ടിട്ട് ആ പൂട്ടിയിട്ട റൂമിൽ തന്നെ കടിക്കുന്ന പട്ടിയെ കെട്ടിയിടുന്ന മക്കളുടെ ലോകത്തോടെ നമ്മൾ ജീവിക്കുന്നു. 5 ദിവസം കഴിഞ്ഞ് അയൽവാസികൾ രക്ഷിക്കാൻ പോകുമ്പോ ആ വാതിൽ ചോട്ടി പുറത്ത് നോക്കുമ്പോ അച്ഛന്റെയും അമ്മയുടെയും മുതുകത്തുകൂടെ പുഴുവരിക്കുന്ന അവസ്ഥ. എന്താ പറയുന്നതിന്റെ സ്വന്തം മകനെയും മകളെയും പൊന്നുപോലെ നോക്കി ഭാഗം വെക്കുമ്പോൾ കൂടുതൽ ഭാഗം കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടന്ന അമ്മയുടെ കഴുത്ത് തിരിച്ച് കൊണ്ടിട്ട് ആ അമ്മയെ താമസിക്കുന്ന വളപ്പിൽ കുഴിച്ചിടുന്ന ദുഷ്ടന്മാരുള്ള ലോകത്താണോ ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്? ഞാൻ എവിടെയോ വായിച്ചതാണ്, ഏതോ മകൻ ദേഷ്യത്താൽ സ്വന്തം അമ്മയുടെ കഴുത്ത് കത്തി കൊണ്ട് അറുത്തിട്ട് ഓടുമ്പോ, അതായത് അമ്മയുടെ തല കയ്യിൽ പിടിച്ചുകൊണ്ട് മുടിയിൽ പിടിച്ചുകൊണ്ട് അവൻ ഓടുമ്പോ അവൻ ഏതോ വേര് തട്ടി വീണപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന അമ്മയുടെ തല അവനോട് ചോദിച്ചുത്രേ, മോനെ നിനക്ക് തൊട്ടോ? അതാണ് നമ്മുടെ അമ്മ. പണ്ട് അമ്മയുടെ വയറ്റിലാക്കോ ഞാൻ നിങ്ങളൊക്കെ അമ്മയുടെ രക്തം അവിടെ കുടിച്ചിട്ടുണ്ടായിരുന്നു പൂക്കിൽ കുഴിയിലൂടെ. അവിടെ ഹൃദയത്തിൽ രക്തം ഊറ്റിക്കുടിച്ച മക്കളാണ് നിങ്ങളൊക്കെ. ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും നിങ്ങൾ മരിച്ചാൽ എന്താ, ജീവിച്ചാൽ എന്താ, അത്താഴ പട്ടികൾ ഉണ്ടാകുക, ഒരു പട്ടിയുമില്ല നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ. എനിക്ക് ഉണങ്ങിപ്പാറുമ്പോൾ കൂടി നോക്കണ്ട, ആരും കീഴ്പ്പെടുത്തി നോക്കി. നിങ്ങൾ ആരെങ്കിലും കുളിച്ച് ബാത്റൂമിന്റെ പുറത്ത് വരികയാണെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ തലയിൽ ഒരു പുറത്ത്. അമ്മയ്ക്ക് പേടിയാ എന്റെ മകനെ പുറത്ത് ജലദോഷം പിടിച്ചാൽ ആ അമ്മ പുഴവല്ലോ. പിന്നെ നിങ്ങൾ ജലദോഷം പിടിച്ചെടുത്ത പനി പിടിച്ചെടുത്ത ഒരു പട്ടിയുമില്ല നിങ്ങളെ തിരിഞ്ഞു നോക്കാം. എനിക്ക് കിണറിന്റെ ആത്മാവിൽ ഉറക്കം തൂക്കി പുസ്തകങ്ങൾ വായിക്കാം. പാലിന്റെ നിലവിൽ എന്നെ ജനിച്ചിട്ടില്ല. നിങ്ങൾ ആരും കിണറിന്റെ ആത്മാവിൽ നിന്ന് അമ്മ കാണാത്ത കാണും. അങ്ങനെ പുഴയുടെ അവിടെ മാറുന്നു വരെ അമ്മ പറഞ്ഞുകൊണ്ടേ അമ്മയ്ക്ക് പേടിയ നിങ്ങൾ വീണല്ലോ. ആ അമ്മ പുഴ വരികയുള്ളൂ. പിന്നെ നിങ്ങൾ വീണാലും ചത്തുപോയാലും ഒരാൾ ചിന്തിച്ച് വീഴാനില്ല. എനിക്ക് സന്ധ്യാനേരത്തെ ടോർച്ചെടുക്കാതെ പുറത്തിറങ്ങാം, ആകുട്ടികൾ കേൾക്കുക. വിഷം തീറ്റി രോഗം രക്തം പങ്കുകയും വെച്ച് അയൽക്കാരെ കുറിച്ച് ഓർത്ത് ചാനൽ വേണ്ടായി. നമ്മുടെ അയൽക്കാരെ കുറിച്ച് ഓർത്തു കൊണ്ട് നമ്മുടെ അമ്മയ്ക്ക് ടെൻഷനാണ്. അത്രമാത്രം സോഫ്റ്റാണ് നമ്മുടെ അമ്മ. അവസാനത്തെ വലിയത് കേൾക്കണേ,
ഒരു ടൺ വെയിറ്റാണ്. ആ വരി ഇങ്ങനെയാണ്: ഇനി എനിക്ക് എത്തിയെടുത്ത് തുറക്കാം, ഇനി എനിക്ക് എത്തിയെടുത്ത് തുറക്കാം. ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ആ ഇന്നലെ കേൾക്കുന്നത്. നമ്മൾ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീടാണോ നമ്മളാണ്. ആ അമ്മയും അച്ഛനെയും ആർക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. കോടികളല്ല, നമ്മുടെ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നം, ഏറ്റവും വലിയ ആശയം. അതിഥി ദേവോ ഭവ. അതിഥി ചേട്ടൻ പറഞ്ഞ പോലെ അത് ചിലപ്പോൾ പറയാതെ പോയ എനിക്കിങ്ങനെ മനസ്സിലൊരു ഇംഗ്ലണ്ട് പരിപാടി തുടങ്ങി. നമ്മളെല്ലാവരും നല്ല ചെയറിൽ കുറേ പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കയ്യൊക്കെ വരുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ടാണെങ്കിലും എങ്ങനെ ഞാൻ എനിക്കറിയാം തീരുക്ഷമയില്ല, നിങ്ങൾക്കറിയാം തീരുക്ഷമയുടെ കാര്യം. ഏകദേശം 2 മണിക്കൂറോളം നിങ്ങൾ കേട്ടിരുന്നു. ഞാനിങ്ങനെ മനസ്സിൽ പറയായിരുന്നു, 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ചേട്ടൻ ഇരുന്നപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടുക്ക് നിവർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈശ്വര, അപ്പൊ ഞാനിങ്ങനെ ഈശ്വര എൻ്റെ ഈ കുട്ടികൾ ഈ നടുക്കിങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ ഞാൻ എന്തായി ചിന്തിക്കും, അപ്പോൾ ഇത് ആർക്ക് എങ്ങനെ തോന്നും? അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ ഈ ഇരിക്കുന്ന വേദിക്ക് കുറേ കാട്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോന്ന് അറിയാം, ഒരു സമയത്ത് സാറുകളെ വിളിച്ചിരുന്നു. എല്ലാ അധ്യാപകരും ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി വിനീതമായി ഓർമ്മപ്പെടുന്നു. നമുക്ക് തീർച്ചയായും എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാം. നമ്മുടെ കലാപരിപാടി കൊണ്ടുവരാൻ ആരംഭിക്കും. മായ ടീച്ചർക്ക് ഒരു സ്നേഹോപാനം എപ്രസംഗം അവരുണ്ട്. സാറ് ഗണേശൻ, സാറല്ല സോറി ഗണേശൻ തന്നെ ഒരു തംസം നൽകണം എല്ലാവരും. ഒന്ന് ചിരിച്ചെല്ലാവരും ഇതൊരു ഓർമ്മ വരട്ടെ. ഈ വർഷവും നിങ്ങളെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അപ്പോൾ A+ന്റെ വലിയ യാത്രയിൽ തുടക്കം മുതലേ തുടങ്ങുമ്പോഴത്തേക്കും